ഈശോമിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, നോമ്പുകാല തീർത്ഥാടനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇന്ന് തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് തിരുവചനത്തിൻ്റെ തലക്കെട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ യേശുവിൻ്റെ മലയിലെ പ്രഭാഷണം അഥവാ ഗിരിപ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. 5-ാം അധ്യായം മുഴുവനും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 10 പ്രമാണങ്ങളുടെ പുനർവ്യാഖ്യാനം, യേശുനാഥൻ നൽകുന്ന പുനർവ്യാഖ്യാനമാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം തിരുവചനമാണ്. തിരുവചനം ഇപ്രകാരമാണ്: നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. 10 പ്രമാണങ്ങളുടെ സംഗ്രഹമായ 2 പ്രമാണങ്ങളിലെ രണ്ടാമത്തെ പ്രമാണമാണ്, രണ്ടാമത്തെ കൽപ്പനയാണ് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. ഈ കൽപ്പനയ്ക്ക് യേശുനാഥൻ ഒരു പുനർവ്യാഖ്യാനം നൽകുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന തിരുകൽപ്പനയിലൂടെ. ഈ തിരുവചനം നമ്മളിന്ന് ധ്യാന വിചിന്തനം ചെയ്യുമ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ? യഹൂദരുടെ ഈ നിയമത്തിൻ്റെ പാലനത്തിലെ നിയമം പാലിക്കപ്പെടുമ്പോൾ നിന്റെ ജനത്തോട് തന്നെ, ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, നിന്റെ ജനത്തോട് പകയോ വിദ്വേഷമോ പാടില്ല എന്ന് വെച്ചാൽ നിന്റെ സമൂഹത്തിലുള്ളവരോട് പകയോ വിദ്വേഷമോ പാടില്ല. എങ്കിൽ സമൂഹത്തിന് പുറത്തുള്ളവരെല്ലാം അവൻ ദേഷിക്കുന്നവരാണ്. യഹൂദർക്ക് ദ്വേഷം കാണിക്കുന്നവരാണ്. വിജാതിയരോട് അവർക്ക് ദേഷ്യമായിരുന്നു. വിജാതിയരെ ഒരു ഭീഷണിയായിട്ടാണ്, അവരുടെ ജീവിത രീതി എല്ലാം അവരൊരു ഭീഷണിയായിട്ടാണ് യഹൂദർ കണ്ടിരുന്നത്. യഹൂദരുടെ തനിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, യഹൂദരുടെ നിയമപാലനത്തിൽ എല്ലാം വിജാതിയർ ഒരു ഭീഷണിയായിട്ടാണ് കണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ പറയുന്നത്, തിരുവചനത്തിൽ പറയുന്നത്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുവനെന്ന്. ഈ ഒരു അർത്ഥതലം നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുനാഥൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത് അയൽക്കാരനുള്ള സ്നേഹത്തിൻ്റെ പരിധി ഒന്നും കൂടിയും വ്യാപിപ്പിക്കാനാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യഹൂദ നിയമം, 10 പ്രമാണങ്ങളിലെ ആ കൽപ്പന ഇന്ന് നീ പാലിക്കപ്പെടുമ്പോൾ, ക്രിസ്തു ശിഷ്യനായി നീ പാലിക്കപ്പെടുമ്പോൾ എല്ലാവരെയും ആ പരിധിയിൽ നീ സ്നേഹിക്കാൻ നീ കടപ്പെട്ടവനാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നീ കടപ്പെട്ടവനാണ് എന്ന് യേശുനാഥൻ ഒരു പുതിയ കൽപ്പന നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്. ഒരു പുതിയ മാനം, ഒരു പുതിയ വ്യാഖ്യാനം ഈ കൽപ്പനയ്ക്ക് യേശുനാഥൻ നമുക്ക് നൽകുകയാണ്. എപ്രകാരമാണ് നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കേണ്ടത്? തിരുവചനം 44-ാം തിരുവചനം പറയുന്നു, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവിൻ. ഈ പ്രാർത്ഥനയാണ് നിൻ്റെ ശത്രുവിനെ നീ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹം. ഇങ്ങനെ നീ നിൻ്റെ ശത്രുവിനോട് നീ സ്നേഹിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെ നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന വാഗ്ദാനം എന്താണ്? ശത്രുവിനെ നീ സ്നേഹിക്കുമ്പോൾ നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും, ദൈവമക്കളായിത്തീരും. ഈ ദൈവമക്കളാകാനുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവൻ്റെ വിളി എന്ന് പറയുന്നത്. വീണ്ടും ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുരിശിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ കൽപ്പനയുടെ ആവിഷ്കാരമാണ്, ഈ കൽപ്പനയുടെ പൂർത്തീകരണമാണ് അവിടുന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചത്. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ആ അനന്ത കാരുണ്യമാണ്, ദൈവത്തിൻ്റെ പരിപൂർണ സ്നേഹമാണ് നമ്മൾ കാൽവരിയിലെ കുരിശിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ കാലടികൾ പിൻചെല്ലുവാൻ കുരിശിൻ്റെ യാത്രയിൽ കുരിശിനെ മാറോട് ചേർത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാലടികൾ പിൻചെന്നുകൊണ്ട് ക്രിസ്തു ശിഷ്യരായി ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ആ ജീവിതയാത്ര നമുക്കും പൂർത്തിയാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.